ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെയിൻ്റാണ്. അക്രിലിക് പെയിൻ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റിന് ഞാൻ ഇത്തിരി മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈദ ഞാനൊരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് മൈദയും അതിൻ്റെ അത്രയും തന്നെ അളവ് പൗഡറാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബേബി പൗഡറാണ്. നിങ്ങൾക്ക് വേറെ ടാൽക്കം പൗഡർ എടുക്കണമെങ്കിലും നല്ലത് ബേബി പൗഡർ ആയിരിക്കും. ടാൽക്കം പൗഡറിൽ തരി കൂടുതലായിരിക്കും, ബേബി പൗഡറിന് തരി കുറവായിരിക്കും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഗ്ലൂ ഒഴിക്കാം. ഞാനിപ്പോൾ ഫെവിഗമ്മാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ഫെവിക്കോളാണ് കേട്ടോ ഇത്തിരിയും കൂടെ നല്ലത്. എൻ്റെ ഫെവിക്കോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫെവിഗം എടുത്തെന്നുള്ളൂ. ഏറ്റവും നല്ലത് ഫെവിക്കോളാണ്. വേറെ പശ എടുത്താലും കുഴപ്പമില്ല, കൂടുതൽ നല്ലത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ കറക്റ്റ് കിട്ടും നമുക്ക്. ഞാനിപ്പോൾ ഫെവിഗം എടുത്തിട്ടുണ്ട്, ഫെവിഗം ഒഴിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡോംസിൻ്റെ ഒരു വാട്ടർ കളറാണ് കേട്ടോ, ട്യൂബ് വാട്ടർ കളറാണ്. അപ്പോൾ ഞാൻ ആ ഒരു വാട്ടർ കളറാണ് കേട്ടോ ഇതിൽ കളറായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ സ്കെച്ച് പെന്നിൻ്റെ ഇങ്കൊക്കെ വെള്ളം കൊണ്ട് ഇറ്റിച്ചിട്ട് അങ്ങനെയും കളർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാട്ടർ കളർ എടുക്കുന്നത്. ഇത് ഞാൻ ഇത്തിരി അടിപൊളി ഡാർക്ക് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഡ്രോപ്പ്, ഇത് ഡ്രോപ്പായിട്ട് വരില്ല, പേസ്റ്റ് പോലെയാണ് വരിക. ഞാൻ 2 പ്രാവശ്യം നെക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അത് കിട്ടി. ഇനി നമുക്കൊരു പെയിൻറ്റ് ബ്രഷോ എന്തെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈർക്കിലായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പെയിൻറ്റിങ് ബ്രഷാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ട പോലെ വരും, കാരണം അത് മൈദയുടെ ആ ഒരു കട്ടയാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പീസ് നമുക്കറിയാലോ പെയിൻറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ, അപ്പോൾ അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് വരുമ്പോൾ പെയിൻറ്റിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് വരും അത്. അപ്പോൾ ഇങ്ങനെ പയ്യെ മിക്സ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റുക, നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് ഇവിടെ റെഡിയാവും. ഇതിൽ കുറച്ച് എയർ ബബിൾസ് ഒക്കെ വരും, അത് നമ്മൾ ടാപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി ഞാൻ ഇത് വർക്കാവുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഒരു വൈറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്, A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്കാണ് ഞാനിത് ട്രയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് അടിച്ചു കൊടുത്തു. ഇതെൻ്റെ ബ്രഷിന് ചെറിയ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഇത് എൻ്റെ ബ്രഷ് ഗമ്മിൽ മുക്കിപ്പോയോണ്ട് ഇങ്ങനെ ഈർക്കിലി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ പക്ഷേ ഇത് അടിപൊളിയാണ്. ഞാൻ വേറെ ഫ്ലാറ്റ് ബ്രഷൊക്കെ വെച്ച് ചെയ്തപ്പോൾ ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.